നമസ്കാരം. ഇഫക്ട് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. സ്ത്രീ ക്ലിനിക്കൽ ഡേ സംസ്ഥാന ഉദ്ഘാടനം ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർവഹിച്ചു. സ്ത്രീകളുടെ ആരോഗ്യം നാടിന്റെ കരുത്താണെന്നും ഊർജ്ജസ്വലമായി കാര്യങ്ങൾ ചെയ്യുന്നതിനും ഇടപെടുന്നതിനും ഓരോ സ്ത്രീയും ആരോഗ്യമുള്ളവരായിരിക്കണമെന്നും ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ്. പള്ളിപ്പുറം ജനകീയ ആരോഗ്യ കേന്ദ്രത്തിൽ സ്ത്രീ ക്ലിനിക്കൽ ഡേ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്തെ എല്ലാ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളിലും സ്ത്രീ സ്ട്രെങ്തനിങ് ഹെർ ടു എംപവറിംഗ് എവറി വൺ ക്ലിനിക്കുകൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. എല്ലാ ചൊവ്വാഴ്ചകളിലും സ്ത്രീ ക്ലിനിക്കുകൾ പ്രവർത്തിക്കും. വിളർച്ച, പ്രമേഹം, രക്താതിമർദ്ദം, മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവ കണ്ടെത്തുന്നതിനും ക്യാൻസർ സ്ക്രീനിങ്ങിനും ഈ ക്ലിനിക്കുകളിൽ സാധിക്കുമെന്നും മന്ത്രി അറിയിച്ചു. കേരളത്തിലെ പൊതുജന ആരോഗ്യ വളരെ സന്തോഷത്തോടെയാണ് സ്ത്രീകളുടെ ആരോഗ്യകാര്യത്തിൽ ഗുണപരമായ മാറ്റം ഈ പദ്ധതിയിൽ അറിയിച്ചു. കുറച്ച് നാളുകൾക്ക് മുൻപ് ഇവിടെ നമ്മുടെ ഈ ജനകീയ ആരോഗ്യ കേന്ദ്രത്തിൻ്റെ നഗര ജനകീയ ആരോഗ്യ കേന്ദ്രത്തിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് വന്നിരുന്നു. ഒരു വൈകുന്നേരമായിരുന്നു ആ ഉദ്ഘാടനം. ഇന്ന് ഒരു സംസ്ഥാനതല ഉദ്ഘാടനമാണ് ഇവിടെ നടക്കുന്നത്. വളരെ ഹൃദയം നിറഞ്ഞ സന്തോഷത്തോടെയാണ് ഇവിടെ നിൽക്കുന്നത്. അതിൻ്റെ കാരണം ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും ആർദ്രം മിഷൻ്റെ അടിസ്ഥാനത്തിൽ നവകേരള കർമ്മ പദ്ധതി 2ൻ്റെ ഭാഗമായി ആർദ്രം മിഷനിലൂടെ നമ്മൾ 10 കാര്യങ്ങൾ വിഭാവനം ചെയ്തതിൽ ഒന്ന് രോഗപ്രതിരോധം, രോഗനിർമ്മാർജ്ജനം, അതോടൊപ്പം തന്നെ ആരോഗ്യകരമായ ജീവിതം, ഹെൽത്തി ലൈഫ് ക്യാമ്പയിൻ ഇതിൻ്റെ ഭാഗമാണ്. ഇവിടെ നമ്മൾ ഭൂരിപക്ഷം സ്ത്രീകളാണ് ഇവിടെ ഇന്ന് സന്നിഹിതരായിരിക്കുന്നത്. ഇവിടെയൊക്കെ നേരിട്ട് ആശയവിനിമയം നടത്തുന്നതിനുള്ളൊരു സാഹചര്യമില്ല. എന്നിരുന്നാൽ പോലും നമുക്ക് ഓരോരുത്തർക്കും അറിയാം, സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ, അപ്പോൾ താരതമ്യം ചെയ്യുമ്പോൾ ഒരു പക്ഷേ സ്ത്രീകൾക്ക് കുറച്ചുകൂടി കൂടുതലായിരിക്കും. പുരുഷന്മാരോട് സ്ത്രീകൾ പറയും പോയി ഇന്ന് പരിശോധിക്കുക കേട്ടോ എന്ന് പറയും. അപ്പോൾ അവരവരുടെ ആരോഗ്യത്തിന് നമ്മൾ എത്ര പ്രാധാന്യം നൽകുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ആരോഗ്യ പ്രവർത്തകരൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഇപ്പോൾ ആരോഗ്യമാനന്ദം അകറ്റാം അർബുദം, നമ്മൾ ഫെബ്രുവരി മാസം 4-ാം തീയതി ഒരു ക്യാമ്പയിൻ ആരംഭിച്ചിരുന്നു, ഒരു ജനകീയ ക്യാമ്പയിൻ. അപ്പോൾ ക്യാൻസർ എന്ന് പറയുമ്പോൾ ഭയമാണ്. ക്യാൻസറോ, ക്യാൻസർ ആണെങ്കിലും മറ്റേതെങ്കിലും രോഗമാണെങ്കിലും നമുക്ക് ഒരു ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ചിലപ്പോൾ അവഗണിക്കും. ഒന്ന് ഭയം, ഇതെങ്ങാണമാണെങ്കിൽ എന്ത് ചെയ്യുമെന്നുള്ള ഒരു ആശങ്ക. ഇതുകൊണ്ടാണ് ഭൂരിപക്ഷം ആളുകളും പരിശോധനകൾക്കായിട്ട് പോകാത്തത്. ഇവിടെ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി തന്നെ വന്ന് വെൽനസ് സെൻ്ററിൻ്റെ ഔപചാരികമായിട്ടുള്ള പ്രവർത്തനോദ്ഘാടനം നിർവഹിക്കുകയും നമ്മുടെ ഒരു സബ് സെൻ്റർ മാത്രമായി ഡോക്ടർമാരുടെ സേവനം ഒട്ടും ലഭിക്കാതിരുന്ന ഈ സെൻറ്ററിന് ഡോക്ടേഴ്സിൻ്റെ സേവനവും സ്പെഷ്യാലിറ്റി സേവനവും എല്ലാം ലഭിക്കുന്ന ഒരു കേന്ദ്രമായി പ്രഖ്യാപിക്കുകയും അത് വളരെ പെട്ടെന്ന് തന്നെ നടപ്പിൽ വരുത്തുകയും ചെയ്തത്. വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.